ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ജിഞ്ചറിനെ പറ്റിയാണ്. ജിഞ്ചറിൻ്റെ ശാസ്ത്രീയ നാമം സിക്കിംബർ ഒഫിസിനാലി എന്നാണ്. ഇവയുടെ കുടുംബം സിങ്കി ബെറാസി കുടുംബത്തിലാണ്. ഇഞ്ചി ഒരു ഭൂഗർഭ തണ്ട് ഉള്ള ഔഷധ മസാല ചെടിയാണ്. ഇന്ത്യയിൽ പാചകത്തിലും ആയുർവേദത്തിലും വ്യാപകമായി ഉപയോഗിക്കുന്നു. ഈ ചെടിയുടെ ഉയരം 60-120 സെൻറ്റിമീറ്റർ ആണ്. ഇവയുടെ ഇലകൾ നീളം കൂടിയ പച്ച ഇലകളാണ്. ഇവയുടെ പൂക്കളുടെ നിറം മഞ്ഞ പച്ച നിറമാണ്. ഇവയുടെ ഉപയോഗഭാഗം ഭൂഗർഭ തണ്ടിൽ നിന്നാണ്. ഇവ ഉപയോഗിക്കുന്നത് കറിക്കും ചായ, ചട്നി, മസാല തുടങ്ങിയവയ്ക്കാണ്. ഇവ ഔഷധമായി ഉപയോഗിക്കുന്നത് ചുമ, ജലദോഷം, ദഹനക്കേട് തുടങ്ങിയവയ്ക്കാണ്. ഇഞ്ചിച്ചായ, കഷായം മുതലായവയ്ക്കും ഇവ ഉപയോഗിക്കുന്നു. ചൂടും ഈർപ്പവും ഈ ഇഞ്ചി ചെടിക്ക് ആവശ്യമാണ്. വെള്ളം നിൽക്കാത്ത ലോമി മണ്ണാണ് ഇവർക്ക് ആവശ്യം. ഭാഗിക നിഴൽ ഇവർക്ക് ആവശ്യമാണ്. ഇവയുടെ കാലയളവ് 8 മുതൽ 10 മാസം വരെയാണ്. ഇവയുടെ താപനില 25 മുതൽ 35 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. മിതമായ മഴ നല്ലതാണ്. വെള്ളം നിൽക്കാത്ത മണൽ, ലോമി മണ്ണാണ് ഇവർക്ക് ആവശ്യം. ജൈവവളം ധാരാളം ചേർത്ത മണ്ണ് ഏറ്റവും മികച്ചതാണ്. മെയ് ജൂൺ മഴക്കാലാരംഭത്തിലാണ് ഇവയുടെ നടൽ. പാത്ര കൃഷിയാണെങ്കിൽ വർഷം മുഴുവൻ സാധ്യമാണ്. ആരോഗ്യകരമായ രോഗരഹിതമായ ഇഞ്ചിക്കിഴങ്ങ് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഓരോ കഷ്ടത്തിനും 2-3 കണ്ണുകൾ ഉണ്ടായിരിക്കണം. 20-25 ഗ്രാം തൂക്കമുള്ള കഷ്ണങ്ങൾ ആയിരിക്കണം. കുഴികൾ വാരികൾ 15-20 സെൻറ്റിമീറ്റർ ഇടവേളയിലാവണം. 4-5 സെൻറ്റിമീറ്റർ ആഴത്തിൽ നട്ട് മണ്ണ് മൂടുക. നടീൽ കഴിഞ്ഞ് നനയ്ക്കുക. നടീൽ സമയത്ത് ചാണകവളം, കമ്പോസ്റ്റ് തുടങ്ങിയവ ഉപയോഗിക്കാവുന്നതാണ്. 30-60 ദിവസങ്ങളിൽ ഓർമിക കമ്പോസ്റ്റ് ജൈവവളം വളമായി ഉപയോഗിക്കാവുന്നതാണ്. രാസവളം ആവശ്യമെങ്കിൽ കുറഞ്ഞ അളവിൽ ചേർക്കാവുന്നതാണ്. മിതമായ നനവ് ഇവർക്ക് ആവശ്യമാണ്. വെള്ളക്കെട്ട് ഒഴിവാക്കണം. വൈക്കോൽ, ഉണങ്ങിയ ഇലകൾ ഉപയോഗിച്ച് മൾച്ചിങ് നടത്താം. ഈർപ്പം നിലനിർത്താനും കളമടക്കാനും സഹായിക്കും. രോഗബാധിത ഇലകൾ നീക്കം ചെയ്യുക. നീം ഓയിൽ സ്പ്രേ ചെയ്യുക. 8-10 മാസം കഴിഞ്ഞ് ഇലകൾ മഞ്ഞ നിറമാകുമ്പോൾ വിളവെടുപ്പ് നടത്താം. കിഴങ്ങുകൾ സൂക്ഷ്മമായി തിരഞ്ഞെടുക്കുക. മണ്ണ് കഴുകി വൃത്തിയാക്കി ഉണക്കുക. വിത്തിനായി ചില കിഴങ്ങുകൾ സൂക്ഷിക്കാം. ഇഞ്ചി സാധാരണ അജീർണം, വയറുവേദന, ഗ്യാസ് ട്രബിൾ എന്നിവ കുറയ്ക്കാൻ ഉപയോഗിക്കുന്നു. ഭക്ഷണത്തിന് ശേഷം ചെറിയ അളവിൽ ഇഞ്ചി ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇഞ്ചി കഷായം, ഇഞ്ചി തേൻ ചൂടുവെള്ളത്തിൽ ചേർത്ത് കുടിക്കുന്നത് ചുമ, തൊണ്ടവേദന എന്നിവയ്ക്ക് നല്ലതാണ്. യാത്രയ്ക്കിടെ വരുന്ന ഛർദി, ഗർഭകാലത്തിലെ മോർണിംഗ് സിക്നസ് എന്നിവ കുറയ്ക്കാൻ ഇവ സഹായിക്കുന്നു. സന്ധിവേദന, പേശിവേദന, ആർത്രൈറ്റിസ് എന്നിവയിൽ ഇഞ്ചി ഉപയോഗം വേദന കുറയ്ക്കുന്നു. ആൻറ്റി ഓക്സിഡൻറ്റുകളും ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളും ഉള്ളതിനാൽ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി കൂട്ടുന്നു. ശരീരത്തിലെ രക്തയോട്ടം നല്ലതാക്കാൻ സഹായിക്കുന്നു. ഇഞ്ചി കഷായം വിയർപ്പ് വരുത്തി ജ്വരം കുറയ്ക്കാൻ സഹായിക്കുന്നു. മെറ്റബോളിസം വർദ്ധിപ്പിച്ച് കൊഴുപ്പ് കുറയ്ക്കാൻ സഹായകമാണ്. അമിതമായി ഉപയോഗിക്കുന്നത് വയറ് ചൂട്, അമ്ലത എന്നിവ ഉണ്ടാക്കാം. ഗർഭിണികൾ, രക്തസമ്മർദ്ദം, ഷുഗർ ഉള്ളവർ ഡോക്ടറുടെ ഉപദേശം തേടണം. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.